പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വലിയ നോമ്പിൻ്റെ വിശുദ്ധ ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു നൊമ്പരമായി നിലകൊള്ളുന്നൊരു മുഖമുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ മുഖമാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടപ്പോഴും പീഡാനുഭവ വഴികളിൽ നിശബ്ദയായി ഈശോയെ പിന്തുടരുന്ന ആ അമ്മ മുഖം എന്നെ ഏറെ വേദനിപ്പിച്ചു. കാൽവരി മലയിലേക്ക് പതറി നീങ്ങുന്ന ഈശോയുടെ ഓരോ ചുവടുവെപ്പുകളോടും ചേർന്ന് അമ്മയും മുന്നോട്ടു പോവുകയാണ്. കഠോരമായ പീഡകൾ കൊണ്ട് നിശബ്ദമായി നിന്ന തൻ്റെ പുത്രൻ്റെ വേദനകൾ അമ്മയ്ക്കേറെ ദുസ്സഹമായിരുന്നു. മകൻ്റെ തോളിലേക്ക് പതിഞ്ഞിറങ്ങും വിധം ഭാരമുള്ള കുരിശ് വെച്ചു കൊടുത്തപ്പോഴും, മുഖം കുത്തി ഈശോ നിലത്ത് വീണപ്പോഴും, തൻ്റെ പൊന്നോമനയുടെ ദേഹത്തേക്ക് ആഞ്ഞു പതിച്ച മരക്കുരിശ് തീർത്ത വേദനയിൽ ഒരു നിമിഷം ഹൃദയം നിശ്ചലമായതുപോലെ ആ അമ്മയ്ക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. സിരകളിൽ രക്തം നിലച്ചു പോകുന്നത് പോലെയുള്ള ആ വേദന അമ്മയെ വല്ലാതെ ഉലച്ചിട്ടുണ്ടാകാം. എഴുന്നേൽക്കാൻ പാടുപെടുന്ന ഈശോയെ പടിയാളികൾ പ്രഹരിക്കുകയും ചാട്ടവാറാൽ വീശിയടിക്കുകയും ചെയ്യുന്നത് നോക്കി നിന്ന് കരയാൻ മാത്രമേ അന്ന് എൻ്റെ അമ്മയ്ക്കായുള്ളൂ. ചാട്ടവാറടികളെ തടഞ്ഞു നിർത്താൻ മുന്നോട്ട് ചെന്ന അമ്മയെ പടയാളികൾ തള്ളി മാറ്റുന്നുണ്ട്. ഇത് ദൈവഹിതമാണെന്ന് ആ അമ്മ മനസ്സ് മന്ത്രിച്ചു. കാതിൽ പതിഞ്ഞ ദൈവസ്വരത്തിന് മുൻപിൽ അമ്മ നിശബ്ദയായി പുത്രനോടൊപ്പം യാത്ര തുടരുന്നു. പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ ഹൃദയം പൊള്ളിക്കുന്ന ആ കാഴ്ചകളൊക്കെ നമ്മോട് പറയുന്നത് ഇന്ന് നാം കടന്നു പോകുന്ന സഹന വഴികളൊക്കെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്കുള്ളതാണെന്നാണ്. പ്രിയ കുഞ്ഞേ, നിൻ്റെ ഓരോ സഹനവും, നിൻ്റെ ഓരോ കണ്ണുനീരും, ഇന്നോളം നീ ചൊല്ലിത്തീർത്ത ജപമാലകളും അർപ്പിച്ച ദിവ്യബലികളും അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിച്ച സ്വപ്നങ്ങളും ഒന്നും പരിശുദ്ധ അമ്മ കാണാതിരുന്നിട്ടില്ല. ഈശോ കാണാതിരുന്നിട്ടില്ല. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നീ ഒഴുക്കിയ ഓരോ കണ്ണുനീർത്തുള്ളിയും ഈശോ കാണാതിരുന്നിട്ടില്ല. കുപ്പിയിൽ അവന് ശേഖരിച്ചിട്ടുണ്ടത്. എൻ്റെ അമ്മ മാതാവേ, ഈ നോമ്പ് ദിനങ്ങളിൽ ഈശോയെ ധ്യാനിക്കുന്നതോടൊപ്പം അമ്മയെ ഞങ്ങൾ ധ്യാനിക്കാറുണ്ട്. നമ്മെക്കാളേറെ വേദനയിലൂടെ കടന്നു പോയവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. ആ അമ്മയ്ക്ക് നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലാക്കാനാകും. എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ സായാഹ്നത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാനുള്ള കൃപയ്ക്കായി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കഠിനമായ രോഗത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്ന, മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന, നിശബ്ദമായിട്ട് സഹിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പലവിധ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്കെല്ലാം ഈശോയെ നിൻ്റെ സൗഖ്യത്തിൻ്റെ കരസ്പർശം ഈ രാത്രിയിൽ നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ മക്കൾക്കായി ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ ദ്രോഹം പൊറുത്തതും കേണപേക്ഷിച്ചതും ഞാനനുതാപിയായി തീരാ
എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനേ, ദൈവസ്വഭാവം സ്നേഹമണിന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ